ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കബാബ്. ഓക്കെ, അപ്പം ഗ്രില്ല് ചെയ്യാനൊക്കെ ഗ്രിൽഡ് ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ. അപ്പം ഞാനതിന് കുറച്ച് ചിക്കൻ, ബോൺലെസ് ചിക്കൻ, ഓക്കെ, ബോൺലെസ് ചിക്കൻ ഇങ്ങനെ കഴുകി ചെറിയൊരു സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആദ്യം ഈ കുറച്ച് ലെമൺ ജ്യൂസും സാൾട്ടും ഒക്കെ ഇട്ടിട്ട്, സാൾട്ടും ലെമൺ ജ്യൂസും ഈ കുറച്ച് ടെർമറിക് പൗഡർ ഇട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഫസ്റ്റിൽ. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഈ മസാല എല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് അതിനകത്ത് ഇതുകൂടെ ഇട്ട് പൊടിച്ച് കുറച്ച് യോഗട്ട് എടുത്ത് വെച്ച് തൈര്, ഓക്കെ, അതും കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് സാൾട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അത് ഈ ചിക്കനകത്തോട്ട് പുരട്ടി വെക്കും. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ചെയ്തിട്ട് നാളെ എടുത്തിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അത് മസാലകൾ എന്ന് പറഞ്ഞാൽ ഓൾ സ്പൈസ്, ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ സ്പൈസിന് പറ്റില്ലേ, അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പർകോൺസ്, കുറച്ച് ഫെനൽ സീഡ്സ്, പിന്നെ സിനമൺ, ക്ലോവ്സ്, ജാതിപത്രി ഇല്ലേ, മേസ് ഫ്ലവർ, ഇത് സ്റ്റാർ അനീസ്, കുറച്ച് ബേ ലീഫ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് കുറച്ച് മേത്തി ലീഫില്ലേ, ഫെനുഗ്രീക്ക് ലീഫ് കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ വറുത്തിട്ട് ഈ ഫെനുഗ്രീക്ക് ലീഫ് കൂടെ തന്നെ വറുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് നമ്മൾ ഈ പൊടിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കും. ഓക്കെ, അതിനകത്തോട്ട് നമ്മൾ ഇതുകൂടെ ഇടും. ഓക്കെ, ഈ ജിഞ്ചറും ഗാർലിക്കും കൂടെ, കുറച്ച് ജിഞ്ചറും ഗാർലിക്കും എടുത്ത് അതുകൂടെ ഇട്ട് എല്ലാം കൂടെ അരച്ചൊരു പേസ്റ്റ് ആക്കിയിട്ട് യോഗട്ടൂടെ ചേർത്തിട്ട് നമ്മൾ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഈ കൊറിയാണ്ടർ ലീഫ് എന്ന് വെച്ചാൽ ഞാനത് ഈ കബാബിനൊരു സോസ് പോലെ ഉണ്ടാക്കുമേ. കൊറിയാണ്ടർ ലീഫും കുറച്ച് യോഗട്ടും കുറച്ച് തൈരും കുറച്ച് കുരുമുളകും ഉപ്പ് ഇട്ടിട്ട് ഒരു സോസ് പോലെ ഉണ്ടാക്കും. നല്ലതാണ്. എരിവൊക്കെ ഇപ്പോൾ കബാബിന് അഥവാ എരിവ് കൂടുകയാണെങ്കിൽ നമുക്കത് അതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ആദ്യം നമുക്ക് ചിക്കൻ കുറച്ച് ടെർമറിക് പൗഡറും ലെമൺ ജ്യൂസും സാൾട്ടും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ബാക്കിയൊക്കെ ചെയ്ത് തുടങ്ങാം. ഓക്കെ, പിന്നെ സ്ക്യൂവേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്തോട്ട് ചിക്കൻ വെക്കുമ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് സ്ക്വയറായിട്ട് നമുക്ക് ഈ ഒണിയനും ഈ പെപ്പർ, ഓക്കെ, അല്ലെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ എടുത്ത് ചെറുതായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെക്കാം. ഓക്കെ, വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ആദ്യം നമുക്ക് എന്താ പറയുന്നത്, കുറച്ച് ടെർമറിക് പൗഡർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, സാൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ലെമൺ ജ്യൂസ് ഇല്ലേ, ലെമൺ, അതൊന്ന് യൂസ് ചെയ്തിനകത്ത് ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഓക്കെ, ലെമൺ ജ്യൂസും ടെർമറിക് പൗഡറും സാൾട്ടും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിത് ജിഞ്ചർ ഗാർലിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെക്കുക. ഇതിപ്പോൾ ജിഞ്ചർ ഗാർലിക്ക് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചു. ഓക്കെ, ഇപ്പോൾ ഒരു പാൻ നമുക്ക് ഇത് ചൂടാക്കിയിട്ട് ആ മസാല വറുത്ത് പൊടിക്കാം. ഓക്കെ, മെത്തി ലീഫ് മാത്രം ഇവിടെ വെച്ചേക്കുക. ഓക്കെ, അത് പിന്നെ നമുക്ക് ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് മസാലയും പിന്നെ ജിഞ്ചർ ഗാർലിക്കൊക്കെ തന്നെ അപ്പോഴേ അരിഞ്ഞിടുന്ന പോലെ ഒരു ടേസ്റ്റും മണവും നമ്മൾ നേരത്തെയൊക്കെ ആക്കി വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനകത്തൊരു സുഖം കാണില്ല. ഓക്കെ, എപ്പോഴും ഇതിപ്പോൾ മസാല തന്നെ ഇപ്പോൾ പൊടിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിത് ഓഫ് ചെയ്യാൻ പോവാം. ഈ വറുത്തതിൻ്റെ മേളിലോട്ട് ആ ഡ്രൈ മേത്തി ലീഫ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ വറുത്ത മസാല ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആ ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ ആൻഡ് ടെർമറിക് പൗഡർ, ഓക്കെ, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക, ഗാർലിക്കും ജിഞ്ചറൂടെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് യോഗട്ട് ഒഴിച്ച് ഒരു പേസ്റ്റാക്കി നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചേക്കുക. ഓക്കെ,
അപ്പം ഞാൻ ഇതെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് ഇപ്പോൾ ഒരു പേസ്റ്റായിട്ട് വെച്ചേക്ക്. കുറച്ചുകൂടി യോഗട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് സാൾട്ട്. ഓക്കെ, അതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനകത്ത് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കിയില്ല, അതുപോലെ ഞാനകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഞാനിപ്പം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാൻ പോകുമ്പോൾ നാളെ നമുക്ക് ഇത് ഗ്രില്ല് ചെയ്ത് ഗ്രില്ല് ചിക്കൻ കബാബ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നന്നായിട്ട് ഇതിൽ വെച്ചിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്ത് വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ അങ്ങ് പോകും. ഓക്കെ, കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. നാളെ ഗ്രില്ല് ചെയ്യും. ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു അടുപ്പ് വെച്ചിട്ട് അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ പോകും. ഓക്കെ, ഈ കബാബിനുള്ള ഇതില്ലേ സ്ക്യൂവേഴ്സ് ജസ്റ്റ് ഞാൻ ഈ വെള്ളത്തിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ടേക്കും. ഓക്കെ, ഈ ഡ്രൈ ആയിട്ടുള്ള സ്ക്യൂവേഴ്സ് എടുത്തിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ വെക്കുമ്പം പിന്നെ നമ്മൾ അതിനകത്തൊന്ന് ചിക്കൻ ഊരി കഴിക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പം ബെറ്റർ ഒന്ന് ഇത് ചെറുതായിട്ട് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട്. അപ്പോൾ അതിന് ഞാൻ വെജിറ്റബിൾ ഒന്ന് ചെറുതായിട്ട് സ്ക്വയറിൽ കട്ട് ചെയ്ത് വെക്കട്ടെ. ഇത് ഞാനിത് ഇനി വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുന്നു. ഓക്കെ, ഞാനത്തോട്ടെടുത്ത് വെച്ചു. പിന്നെ ഞാനിപ്പം വെജിറ്റബിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്വയറായിട്ട്. എല്ലാ 3 ക്യാപ്സിക്കം എടുത്തതും പിന്നെ 3 പെപ്പറും ഇതുപോലെ കട്ട് ചെയ്തു. ഓണിയനും ഇതുപോലെ കട്ട് ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സാൾട്ട് ഇടാം കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ. ഓക്കെ, അതൊക്കെ കുറച്ച് ഇഷ്ടത്തിൽ നമ്മൾ ഗ്രില്ല് ചെയ്ത് വരുമ്പം സാൾട്ട് ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ഇച്ചിരി സാൾട്ട് ഉണ്ടെങ്കിൽ ഒരു രസമുണ്ട് കഴിക്കുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ച് സാൾട്ട് ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ക്യൂവേഴ്സ് എടുത്തിട്ട് ഓരോന്നിങ്ങനെ എടുത്ത് അതിനകത്തോട്ട് ചിക്കനും ഈ ഓണിയൻ പെപ്പറൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം. ഓക്കെ, അതിന് മുമ്പ് ഞാൻ കുറച്ച് ഓയിൽ ഈ ചിക്കൻ തൊട്ട് ഒഴിക്കാൻ പോകും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം, ഇത്തിരി മതി ഇങ്ങനെ. അപ്പോൾ പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സ്ക്യൂവേഴ്സിനകത്തോട്ട് ഇങ്ങനെ ഓരോന്നാക്കി വെക്കാം. ഓക്കെ, ഈ പെപ്പറിൽ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് ഗ്രീൻ പെപ്പറെങ്കിൽ ഗ്രീൻ പെപ്പർ വെക്കാം, അല്ലെങ്കിൽ യെല്ലോ പെപ്പർ, റെഡ് പെപ്പർ എന്താ വെച്ചാൽ ഇഷ്ടമുള്ളത്. അതിൽ ഓണിയനും എന്താണ്ട് ഞാനിങ്ങനെ നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്ത് ഇങ്ങനെ വെക്കണം. ഓക്കെ, അതായിരിക്കും ബെറ്റർ. അപ്പം ആദ്യം നമുക്കൊരു എന്താ പറയുക ഓണിയൻ്റെ പീസ് വെക്കാം. ഓക്കെ, ആദ്യം നമുക്കിത് ഓണിയൻ്റെ പീസ് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ വെക്കാം. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഒരു ഭംഗി കാണും. ഓക്കെ, ഇങ്ങനെ ഇവിടെ കൊണ്ടുവെക്കുക. ഓക്കെ, കുറച്ച് വേണം നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം എൻ്റെ ഒരു ചിക്കൻ്റെ പീസ് ഇങ്ങനെ വെക്കുക. ഓക്കെ, വെക്കുക. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ഗ്രീൻ പെപ്പറെങ്കിൽ ഗ്രീൻ പെപ്പർ എടുത്ത് വെക്കുക. ഇത് ഗ്രീൻ പെപ്പർ വെച്ചു. പിന്നെ നിങ്ങൾക്കിപ്പോൾ വേറൊരു ചിക്കൻ്റെ പീസിന് വെക്കണമെങ്കിൽ പിന്നെയും ചിക്കൻ പീസ് വെക്കുക. ഓക്കെ, പിന്നെ ഒരു ഇപ്പോൾ ഓണിയൻ പീസാണെങ്കിൽ ഓണിയൻ്റെ എടുത്ത് വെക്കുക. റെഡ് ബെൽ പെപ്പർ വേണമെങ്കിൽ റെഡ് ക്യാപ്സിക്കം റെഡ് പെപ്പർ വേണമെങ്കിൽ എടുത്ത് വെക്കുക. ഇതിപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓണിയനാണെങ്കിൽ ഓണിയൻ വെക്കുക. പിന്നെ ഒരു ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഓക്കെ, പിന്നെയും ഓണിയൻ വെക്കുക. പിന്നെന്താ ഒരു യെല്ലോ പെപ്പർ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഞാൻ ഈ ഒണിയനകത്തും ഈ പെപ്പറിനകത്തൊക്കെ കുറച്ച് സാൾട്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഒരു ഓണിയൻ വെച്ച് കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ എൻഡ് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു പെപ്പർ യൂസ് ചെയ്ത് നമുക്കിങ്ങനെ ഓക്കെ, കണ്ടോ ഇങ്ങനെ ഒരു സ്ക്യൂവേഴ്സിനകത്ത് നിങ്ങളിങ്ങനെ ഫില്ല് ചെയ്യണം. ഇപ്പം ഒരു ഓണിയൻ വെച്ചു. ഇപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഈ ഡയറക്ഷൻ വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവും നിങ്ങൾ എടുക്കുമ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. പിന്നെ ചിക്കൻ, പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്കുള്ള ഇഷ്ടമുള്ള പെപ്പറൊക്കെ വെക്കും. ഓണിയൻ ഒക്കെ ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾ വേറെയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും വെക്കാം. ഓക്കെ, ഗ്രില്ല് ചെയ്യാനല്ലേ, ഗ്രില്ല് ചെയ്യുമ്പോൾ എനിവേ നല്ല ടേസ്റ്റ് ആയിരിക്കും വെജിറ്റബിൾ കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് ചെയ്തു. ഇതുപോലെ ഞാൻ ഇനി അതെല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്ക്വേഴ്സ് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച് ഇതുപോലെ ഇരിക്കുന്ന എല്ലാം ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പോകും. ഓക്കെ, ഫില്ല് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കും.
ഇപ്പോൾ ആ ചിക്കനും വെജിറ്റബിളും ഒക്കെ ഞാൻ സ്ക്വേഴ്സിൽ ഫില്ല് ചെയ്ത് വെച്ചു. ഓക്കെ, നമുക്കിനി കുറച്ച് കഴിയുമ്പോൾ ഇത് ഗ്രില്ല് ചെയ്ത് എടുക്കാം. ഞാൻ അപ്പോൾ അതിൽ കബാബിന് ഒരു സോസ് പോലെ ഉണ്ടാക്കുന്നു. അതിനായിട്ട് കുറച്ച് കൊറിയാണ്ടർ, പിന്നെ കുറച്ച് യോഗട്ട്, തൈര്, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും സാൾട്ടും, ഇതാ ആവശ്യമുള്ള. ഓക്കെ, അത് നമുക്ക് കൊറിയാണ്ടർ കുറച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് അതിനകത്ത് യോഗട്ടും ചേർത്ത് തൈരും ചേർത്ത് കുറച്ച് പെപ്പറും സാൾട്ടും എല്ലാം കൂടി ചേർക്കുമ്പം സോസ് റെഡി. ഓക്കെ, ഞാൻ ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, ജസ്റ്റ് ഇത് കട്ട് ചെയ്യാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. കൊറിയാണ്ടറും തൈരും പെപ്പർ ആൻഡ് സാൾട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ഈ ഗ്രില്ല് ചൂടാൻ ഞാൻ ഈ ഇതില്ലേ കബാബ് സ്ക്വേഴ്സിനൊക്കെ എടുത്ത് വെക്കുക. ഒരു സൈഡ് ആവുമ്പോൾ മറ്റേ സൈഡ് എടുത്ത് വെക്കുക. ഓക്കെ, ഇത് കബാബ് ഞാൻ ഗ്രില്ലിൽ വെച്ചു, റെഡി ആവുന്നു. അപ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ സോസ് റെഡിയാക്കി വെച്ചു. അതിനകത്ത് കൊറിയാണ്ടർ ഞാൻ അരച്ചു, യോഗട്ട്, കുറച്ച് സാൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ, പെപ്പറും അതിനകത്തിട്ടു. സോസ് റെഡിയായി. ഇതാണ് കൊറിയാണ്ടർ സോസ്. ഓക്കെ, സോ ഇറ്റ്സ് റെഡി. ഇപ്പം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാൻ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തേക്കുക. അവിടെ നിന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഓക്കെ, കബാബ് റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും തിരിച്ചിട്ട് റെഡിയായി. ഇപ്പം ഇതിൽ നിന്ന് എടുത്ത് മാറ്റി അതിന് കബാബ് റെഡിയായി. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലൊരു കബാബ് ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, ഒരു സൈഡ് ആകുമ്പം ഗ്രില്ലിൽ വെച്ചിട്ടുണ്ടാകും, ഒരു സൈഡ് ആകുമ്പോൾ മറ്റേ സൈഡ് നോക്കുക. ഒത്തിരി ബേൺ ആവാതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഓക്കെ, ആ കബാബിൻ്റെ സോസില്ല, അതും കൂട്ടി കഴിക്കുമ്പോൾ ഇപ്പോൾ എരിവൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ ആ സോസ് ഉണ്ടാക്കി ഇങ്ങനെ കബാബ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, thanks for watching. See you next week. Bye.